ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ അടുത്തു വരുന്നു. ഞങ്ങൾക്ക് ഈ തലമുറയിൽ പ്രിയ സാറിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാനും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ പട്ടണത്തിന്, ഈ സമൂഹത്തിന് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യങ്ങൾ ഈ പ്രിയ സഹോദരന്മാർക്ക് കഴിഞ്ഞ നാളുകളിൽ ചെയ്യുവാൻ അങ്ങ് കൊടുത്ത കൃപയ്ക്കായി, ശക്തിക്കായി, എല്ലാവിധമായ കഴിവുകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ മേൽ ഒരു നേതൃത്വത്തിൻ്റെ എല്ലാവിധമായ അനുഗ്രഹത്തോടെ കർത്താവ് വരദാനമായി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രിയ പി.ഡി. ജോൺ സാറിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ജനനം മുതൽ ഇന്നുവരെ കർത്താവ് തൻ്റെ ദാസിനെ സഹായിച്ചു. ബാല്യകാലങ്ങളും കൗമാരങ്ങളും യൗവന ദശയ്ക്ക് പിന്നിട്ട് ജീവിതത്തിൻ്റെ ഔദ്യോഗിക രംഗങ്ങളിൽ വളരെ വിശ്വസ്തരായി സമൂഹത്തിന് വേണ്ടി, ഞങ്ങളായിരിക്കുന്ന ദേശത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ അങ്ങനെ നിന്റെ വൃത്തിന് കഴിവും പ്രാപ്തിയൊക്കെ കൊടുത്തു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, അങ്ങനെ കുടുംബജീവിതത്തിലെ എല്ലാ മേഖലയിലും ധന്യമായ ദൈവം അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ അങ്ങനെ സ്തോത്രം ചെയ്യുന്നു. 75 വർഷം ഭൂമിയിൽ ജീവിപ്പാൻ അങ്ങനെ നൽകിയ അവസരങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ജീവിതം കർത്താവിൻ്റെ ദാനമാണ്. ഞങ്ങളാകുന്നത് കൃപയാലാകുന്നു. ഞങ്ങളുടെ മിടുക്കോ കഴിവോ പ്രാപ്തിയോ പ്രശംസകളൊന്നുമല്ല. ജീവനും പ്രാണനും ഈ ശ്വാസം നൽകിയത് സർവശക്തനായ ദൈവമാണ്. ഒരിക്കൽ കൂടെ ഈ ദിവസം പ്രിയ സാറിനെ ഞങ്ങൾ ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിന്നെയും അങ്ങ് നൽകുന്ന ആയുസ്, ആരോഗ്യമുള്ളൊരു ശരീരം, ദീർഘായുസിന്റെ അനുഗ്രഹങ്ങൾ, പിന്നെയും ഈ സമൂഹത്തെ സേവിപ്പാൻ നിന്റെ മകന് കൃപ നൽകി അങ്ങ് സഹായിക്കുന്നതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തുറന്നുള്ള ജീവിതഘട്ടങ്ങളിൽ അങ്ങ് തന്നെ വഴികാട്ടിയായി, നായകനും നടത്തിപ്പുകാരനുമായി, ആലോചനക്കാരനായി ജീവിതയാത്രയിൽ അങ്ങ് തന്നെ കൂടിയിരിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പങ്കെടുക്കാൻ ദൈവം അവസരം തന്നതിനായിട്ട് 75 വർഷങ്ങൾ പൂർത്തിയാക്കുക, അത് വലിയൊരു ദൈവ കൃപയിൽ നിന്ന് കിട്ടുന്നത്. എന്നോടൊപ്പം ജോലിയിലുണ്ടായിരുന്നവരും സുഹൃത്തുക്കളുമായ എത്രയോ പേര് ഈ ലോകത്ത് നിന്ന് നീക്കപ്പെട്ടപ്പോൾ സർവശക്തനായ ദൈവം എനിക്ക് ഇത്രയും ആയുസ്.
ഇവിടെ സംസാരിച്ചവരെല്ലാം ഒരുപാട് അങ്ങ് ഉയർത്തി പറയുമ്പോൾ എനിക്ക് അഹങ്കാരം ഉണ്ടാകുമെന്നൊരു സംശയം. ഇതിനൊന്നും ഞാൻ യോഗ്യനല്ല. ഞാനിത് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ്റെ ഒരു പാതയുണ്ട്, അതിൽ കൂടിയേ പോകാൻ പറ്റും. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എനിക്ക് മാതൃകയായിട്ട് വന്നിട്ടുള്ള എൻ്റെ അമ്മയാണ്. ഏലിയമ്മ എന്നായിരുന്നു അമ്മയുടെ പേര്. എല്ലാ ബന്ധുക്കളെല്ലാം എലിയാച്ചമ്മ എന്ന് വിളിക്കുന്നത്. ഞങ്ങളുടെ അടുത്തുള്ള വീടുകളിലെ ബുദ്ധിമുട്ടുള്ളവർക്ക് എൻ്റെ ഫാദർ അങ്ങനെ കൈയച്ച് ആരെയും സഹായിക്കുന്ന സ്വഭാവമുള്ള ആളല്ല. ഇപ്പം എൻ്റെ അമ്മ തൊട്ട് ഞങ്ങളുടെ അടുത്തുകൂടി യാത്ര ചെയ്യുന്ന സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള കുടുംബങ്ങളിലെ കുട്ടികൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മുണ്ടും ചട്ടയുമായിരുന്നു. മുണ്ടിൻ്റെ കൈത്തല ഇങ്ങനെ മുന്നോട്ട് കിടക്കും. അതിലിങ്ങനെ വീട്ടിലെ അരി എടുത്ത് ആ പിള്ളേർ പോകുമ്പോൾ അവർ കൊണ്ടുപോകും. ഇടങ്ങഴി രണ്ടിനൊക്കെ കളഞ്ഞു. ഞങ്ങളുടെ തുറുവിൻ്റെ ചുവട്ടിലേക്ക് തേങ്ങ ഇടുമ്പോൾ തേങ്ങ തട്ടിയിട്ടു. 5-6 തേങ്ങയൊക്കെ തട്ടിയിട്ടിട്ട് പറയും, മോളെ അവിടെ തേങ്ങ കിടപ്പുണ്ട്, എടുത്തോണ്ട്. വീട്ടിൽ ആര് വന്നാലും ആഹാരം കൊടുക്കുമായിരുന്നു. അതേത് തരത്തിലുള്ള ആളുകളാണെങ്കിൽ അത് എൻ്റെ ഹൃദയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്രയ്ക്ക് ഉപകാരിയായിരുന്നു. അത് കണ്ടുപഠിച്ചു. കുറേയൊക്കെ അതിനനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവകൃപയുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാം. എൻ്റെ കഴിഞ്ഞ 75 വർഷങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ഒരു വർഷം പോലും ഞാൻ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. പല സംഘടനകളും ഇവിടെ അനുമോദിക്കണം, ആദരവ് തരണം എന്നൊക്കെ പറയുമ്പോഴും ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ഷാജി നിർബന്ധിച്ച് ഞാനൊരു മീറ്റിങ്ങിന് പോയിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു, എനിക്ക് വ്യക്തിപരമായിട്ട് ഷാജി ഇവിടെ ഉണ്ട്, എനിക്ക് അതിന് താല്പര്യമില്ല. നിങ്ങൾ സംഘടനയ്ക്ക് വല്ലതും തരുന്നുണ്ടെങ്കിൽ അത് ആ രീതിയിൽ പറഞ്ഞു. പിന്നെ അവിടെ വരുമ്പോൾ ഒരു വേറെ രീതിയാക്കാറുണ്ട്. ഇന്നും അതുപോലെയാണ്. ലാലിച്ചൻ വളരെ നിർബന്ധിച്ചു. 11 മണിക്ക് ഞാൻ ലാലിച്ചൻ അറിയുന്നത് 10:30. ഇങ്ങനെ ഇന്നാണ് 75 വർഷം പൂർത്തിയായത്. ആരെ അറിയിക്കണമെന്ന് എനിക്ക് താല്പര്യമില്ലായിരുന്നു. പെട്ടെന്നല്ല ലാലിച്ചൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. കുറച്ച് സമയം 1 മണിക്കൂർ കഴിഞ്ഞ് പറഞ്ഞു, ഞാൻ 7 മണിക്ക് വീട്ടിൽ വരും, അപ്പോൾ റെഡിയായിട്ടിരിക്കണം. നമുക്ക് രണ്ടും കൂടെ ആണെങ്കിൽ എവിടെയെങ്കിലും പോയി ഒരുപാട് പൊക്കി പറഞ്ഞു. അതിൻ്റെയൊന്നും ആവശ്യമില്ല. ഇതൊന്നും ഒരു എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രവർത്തനത്തിൽ ഇതൊന്നും പ്രേരക ശക്തിയാണെന്ന് ഞാൻ കരുതുന്നുമില്ല. നമുക്ക് ചെയ്യാനുള്ള ജീവിതം ആയുസ് തരുമ്പോൾ, ദൈവം ആയുസ് തരുമ്പോൾ ചെയ്യാവുന്നതൊക്കെ ചെയ്യുക. പിന്നെ പലപ്പോഴും ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാറുണ്ട്. പലരും നമ്മൾ നിലപാടുകൾ എടുക്കാറുണ്ട്. എൻ്റെ നിലപാടുകൾ എല്ലാവർക്കും ശരിയെന്ന് തോന്നാറുമില്ല ചിലപ്പോൾ. അപ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചെറിയ ചെറിയ കാര്യം. ഇപ്പം സജീവ് പറഞ്ഞ വളരെ ശരിയാണ്. കുറച്ച് നാളായി ഞങ്ങൾ ബന്ധപ്പെട്ട് വളരെ ചെറിയ നിസ്സാരമായ ചില കാര്യങ്ങളുണ്ട്, ഇതെന്ന് പറയാൻ പറ്റുന്നത്. പക്ഷെ കാണുമ്പം പഴയ സ്നേഹത്തിൽ തന്നെ. അത് പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങളൊന്നുമല്ല, എന്നാലും അത് ഓരോരുത്തരിൽ നിന്ന് വരുമ്പോൾ ധാരാളം സംഘടനകളിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവരും കൊട്ടിഘോഷിക്കുന്ന പബ്ലിക് സ്റ്റേഡിയം, തിരുവല്ലയുടെ വികസനം വികലമായ സ്വപ്നങ്ങളുമായി നടക്കുന്ന ചിലരുടെ കൈകളിലാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അവരൊക്കെ ഇന്ന് അതിനെപ്പറ്റി പാടിപ്പുകഴ്ത്താണ്. സ്റ്റേഡിയത്തിൻ്റെ അക്വിസിഷൻ സമയത്ത് ആദ്യത്തെ 22 പേരുടെയും അപേക്ഷ ഒപ്പിട്ട് മേടിക്കുന്നത് എൻ്റെ ഹാൻഡ് റൈറ്റിംഗാണ് എഴുതിയിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടന്നു. പലതും തുറന്നു പറയാൻ പറ്റുന്നതല്ല. 5 ലക്ഷം രൂപ ചെയർമാൻസ് ഫണ്ട് എന്ന് പറഞ്ഞ് മാറ്റി.
വിദേശത്ത് പിരിവിന് പോയി തിരിച്ചു വന്നു. അതിലൊക്കെ പല പ്രശ്നങ്ങളുമുണ്ട്. ആരെങ്കിലും ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അന്ന് ഈ കണക്കുകളെല്ലാം ഓഡിറ്റ് ചെയ്തത് നമ്മുടെ കെ എബ്രഹാമാണ്. എൻ്റെ എൻ്റെ ഫയലുണ്ടായിരുന്നു. എനിക്ക് ലാൻഡ്സൊക്കെ ഇത് കണ്ടു കാണുന്നു. അതിനുശേഷം പലരുടെ അക്വിസിഷനിലേക്ക് വന്നു. പി ചാക്കോ സാറിൻ്റെ ഇവിടെ 10 വർഷങ്ങൾ MLA ആയിരുന്നു. പി ചാക്കോ സാറിൻ്റെ സ്ഥലത്ത് റോഡ് വെട്ടാൻ ഞാൻ പറഞ്ഞത് ശരിയല്ലെന്ന് പറഞ്ഞ കൂട്ടത്തിലാണ്. ഇവിടെ ഈ ഇന്ത്യ കോഫി ഹൗസൊക്കെ കിടക്കുന്നതിന് ഇപ്പുറത്ത് അമ്പറയിലെ ബിൽഡിംഗ്, തലയ്ക്ക് സുഖമില്ലാത്തൊരു പയ്യനുള്ള അതെടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന്. പക്ഷെ അത് ഒഴിവാക്കേണ്ടി വന്നു. പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാം, ലീലാമ്മമാണിയുടെ സ്ഥലമുണ്ടായിരുന്നു, അതിനും വലിയ പറഞ്ഞു, അതെടുത്തു. പിന്നെ കുറെ ധാർഷ്ട്യത്തിൻ്റെ പുറകെ നടന്ന കുറേ കാര്യങ്ങൾ. 22 ലക്ഷം രൂപയുമായിട്ട് കുറ്റപ്പുഴ പഞ്ചായത്ത് തിരുവല്ല മുനിസിപ്പാലിറ്റി ലയിച്ചു വന്നപ്പോൾ ആ ഫണ്ടൊക്കെ പോയി. ഒരു തോമസ് കുരുവേരി വല്ലപ്പള്ളിലുണ്ടായിരുന്നു, അയാളെ കറക്കിയത് കുറേ പൈസ ഉണ്ടായി. പിന്നെ മരിച്ചു പോയി, മക്കളില്ലാത്ത ഒരാളായി. അപ്പോൾ ഒരു 25 വർഷം തിരുവല്ല മുനിസിപ്പാലിറ്റി പുറകോട്ട് പോയതിൻ്റെ കാരണം നമ്മുടെ സോമല്ല പബ്ലിഷ് അന്നത്തെയും അച്ചാനെല്ലാം കൂടി ഈ ഹാളിൽ വെച്ച് മീറ്റിംഗ് നടന്നു. അപ്പോൾ ഞാൻ സെക്രട്ടറി, ഇവിടുത്തെ അച്ചാൻ എടുത്താൽ മാമത്തായി പ്രസിഡന്റുമായിട്ടൊക്കെ ഫൗണ്ടേഷൻ ആരംഭിച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഫൗണ്ടേഷൻ്റെ വിധം മാറി, ആളുകളെല്ലാം എടുത്തു. അപ്പോൾ അവിടെ വരുമ്പോൾ ചില വർഗീയതകളും മറ്റൊക്കെ വരും. അത് വേറെ രീതിയിൽ പോയി. അവസാനം ഇപ്പം നമ്മുടെ ബ്ലെസ്സി നേരത്തെ ഉണ്ടായിരുന്നെല്ലാം. അപ്പം തിരുവല്ല പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നിട്ടല്ല, ഏത് പ്രസ്ഥാനത്തിനും പാരലായിട്ട് വേറെ തിരുവല്ലയുടെ പ്രത്യേകത. പിന്നെ എന്തെങ്കിലും ഞാൻ ഈ പൊതുപരിപാടികളൊക്കെ നടത്തുമ്പോൾ അതെൻ്റെ ഒന്നും എടുക്കൊണ്ടൊന്നുമില്ല. ഒന്ന് ദൈവത്തിൻ്റെ കൃപയുണ്ട്, 2 നിങ്ങളുടെ എല്ലാം സപ്പോർട്ട്. അപ്പോൾ ഈ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ സപ്പോർട്ടൊന്നുമില്ല. ഇവിടെ ഇരിക്കുന്ന ആരുമായിട്ടും എനിക്ക് മാനസികമായിട്ട് അകൽച്ചയില്ല. ജീവിതത്തിൽ എൻ്റെ 75 വർഷത്തിനിടെ എനിക്ക് 2-3 പേരോട് ഉള്ളൂ കുറച്ച് നീരസമുണ്ട്. ബാക്കിയെല്ലാം നേരെയാണ്. ആ 2-3 പേരോട് ഒരെണ്ണം നമ്മുടെ ഷാജിയുടെ ഇലക്ഷനിൽ എതിരിന്നാണ്. അങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രശ്നങ്ങൾ. അപ്പൊ ഈ നമ്മൾ വാശി വൈരാഗ്യം വെച്ചിട്ടൊന്നും ചെയ്യാനില്ല. 75 വർഷത്തെ എൻ്റെ അധ്വാനത്തിൽ ഞാൻ ഉണ്ടാക്കിയ സമ്പാദിച്ചതൊന്നും എൻ്റെ മക്കളോ അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച് തീരുന്നൊന്നും എനിക്കറിയില്ല. മക്കൾക്കൊന്നും ആരുടെയും ഒന്നും വേണ്ട. നമ്മളെല്ലാം അനാഥരായിട്ട് പോകുന്നൊരവസ്ഥ സുഹൃത്തേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം നിങ്ങളൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടുകൊണ്ടിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും നിങ്ങൾ പറഞ്ഞ് എന്നെ അങ്ങ് പൊക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല.